മോൻ അട്രാക്റ്റീവ് ആകുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ജോ ലൈൻ, ഹൈറ്റ്, ജിമ്മ് ഇതൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ മോനെ, ഒരു സിമ്പിളായുള്ള കാര്യം പല ആൾക്കാരും മറക്കും. നമ്മൾ ഒരാളെ കാണുമ്പോൾ ക്ലീൻ ആയി തോന്നണം. അതിൻ്റെ അർത്ഥം റിയൽ ഹൈജീൻ മാത്രമല്ല, പ്രസൻറ്റേഷനാണ്. ലുക്കിംഗ് ക്ലീൻ മീൻസ് വിഷ്വലി നീറ്റ് പ്രസൻറ്റേഷൻ. നിന്റെ ഡ്രസ്സ്, സ്കിൻ, ഹെയർ, കളർ ടോൺ എല്ലാം ഒരാളെ കാണുമ്പോൾ ഫ്രഷായി അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ മൈൻഡ് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായി ഫസ്റ്റ് ഇംപ്രഷൻ ഫോം ചെയ്യും. സെക്കൻഡ്സിനുള്ളിൽ മൈൻഡ് ഡിസൈഡ് ചെയ്യും അട്രാക്റ്റീവ് ആണോ ഓർ അല്ലേ. അത് മെയിനായിട്ട് ഈ 3 സിഗ്നൽസ് നമ്മുടെ ബ്രെയിൻ ഇൻസ്റ്റൻ്റായി ക്യാച്ച് ചെയ്യും. ഫസ്റ്റ് വൺ, എഡ്ജസ്, ബിയർഡിൻ്റെ ലൈൻ. അത് നീറ്റ് ആണെങ്കിൽ അത് ഇൻറ്റൻഷനായി ഫീൽ ചെയ്യും. ഹെയർ ലൈൻ കൂടി ഷാർപ്പായാൽ ഫേസിന് നല്ല നീറ്റ് ലുക്ക് ആൻഡ് നല്ലൊരു ഫ്രെയിം വരും. അതുകൊണ്ട് തന്നെ വീട്ടിൽ ട്രിമ്മർ ഉണ്ടെങ്കിൽ വീക്കിലി ടച്ചപ്പ് ചെയ്യാൻ നോക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓവർലൈൻ ചെയ്യാൻ നിൽക്കരുത്. അത് ആർട്ടിഫിഷ്യൽ ലുക്ക് പോലെ തോന്നിക്കും. സെക്കൻഡ് വൺ, സർഫസ്. സ്മൂത്ത് സ്കിൻ, റിങ്കിൾസ് ഇല്ലാത്ത ഷർട്ട്, ഹെയർ കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇതെല്ലാം ഒരാൾ കാണുമ്പോൾ ഫ്രഷ് ഫീൽ കൊടുക്കും. തേർഡ് വൺ, കോൺട്രാസ്റ്റ്. ഫേസ് ടോൺ കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് തോന്നിക്കും. പക്ഷേ റെഡ്നെസ് അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കുറച്ച് ഓഫായിട്ട് കാണിക്കും. അത് ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒരു ക്യാൻവാസ് പോലെയാണ്. അതിൽ ടോണും ടെക്സ്ചറും എല്ലാം കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഈസി ആയിട്ട് എഫേർട്ട്ലെസ്ലി നമുക്ക് ക്ലീൻ ലുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, പോസ് വിസിബിൾ ആണെങ്കിൽ ബംസ് അതുപോലെ തന്നെ ഓയിൽ ലെയർ ഒക്കെ ഇതൊക്കെ ഒരു നോയ്സ് പോലെയാകും നമ്മുടെ ഫേസിൽ. ഇനിയാണ് ഏറ്റവും മെയിൻ കാര്യം, നമ്മുടെ ഹെയർ. മോനെ, ഹെയർ ആണ് നമ്മുടെ ഫ്രെയിം. അതുകൊണ്ട് തന്നെ ഫ്രെയിം നല്ല രീതിക്ക് തന്നെ നീറ്റ് ആണെങ്കിൽ നമുക്ക് നല്ല വാല്യൂ കൂടും. മോനൊരു സ്റ്റബിൾ നീറ്റ് ആണെങ്കിൽ ഒരു ചാമുണ്ട്, ഫേസിനൊക്കെ ഒരു ഔട്ട്ലൈൻ കിട്ടും, അത് ഫ്രഷ് ആയി തോന്നിക്കും. പക്ഷെ പാച്ചി സ്റ്റബിൾ ആണെങ്കിൽ ലുക്ക് തന്നെ മാറിപ്പോകും. അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ഫേസും. ഫേസിൻ്റെ കാര്യത്തിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. റോങ് പ്രൊഡക്ട്സ് വാങ്ങരുത്. സ്കിൻ കെയർ ഒരിക്കലും ചീപ്പല്ല. അതുകൊണ്ട് പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം. ഇത് സ്കിന്നിന് മാത്രമല്ല, ഹെയറിനാണെങ്കിലും നോക്കിയെടുക്കണം. ഇപ്പോൾ ഡ്രൈ ഹെയർ ആണെങ്കിൽ നമ്മൾ വാക്സ് ഓവർഡോസ് ചെയ്താൽ നമ്മുടെ ഹെയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യും. നമ്മുടെ സ്കിൻ എടുക്കുകയാണെങ്കിൽ, ഓയിലി സ്കിൻ ആണെങ്കിൽ ഹെവി ക്രീംസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. നമ്മളൊരു കറക്റ്റായൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് ലൈക്ക് ഒരു ആർട്ട് പോലെയാണ്. ഓക്കേടാ, ഫേസ് ക്ലീൻ ആയി സെറ്റ് ചെയ്തു, അത് മാത്രം പോരാ. ഇതെല്ലാം ചെയ്താലും നീ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് കറക്റ്റ് അല്ലെങ്കിൽ അതെല്ലാം വെറുതെ. അതുകൊണ്ട് തന്നെ ആളുകൾ കാണുമ്പോൾ അത്ര നല്ല ഫീൽ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഷട്ടായേം ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരിക്കലും മറക്കാത്ത കാര്യമാണ് ഹൈഡ്രേഷൻ. വാട്ടർ ഇൻടേക്ക് കുറവാണെങ്കിൽ സ്കിൻ ടോൺ ഫെയ്ഡ് ആവും, ലിപ്സ് ഡ്രൈ ആവും. അപ്പോൾ ഇത്രയും ചെയ്തെല്ലാം വെറുതെ പോകും. പക്ഷെ മോനെ, ഞാൻ ഈ പറഞ്ഞ ചെറിയ മിസ്റ്റേക്സ് ഒന്നും ചെയ്യരുത്. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിമ്പിളായി പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നീ ഫോളോ ചെയ്യുമ്പോൾ തന്നെ അത് നിനക്കൊരു ക്ലീൻ ഓറ ഫോം ചെയ്തു തരും. അത് നിന്റെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ബൂസ്റ്റ് ആക്കും.